അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ നോക്കൂ, സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവന്ന് അങ്ങനെയുള്ള ഒരു പ്രത്യേക കെയർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രതിക്ക് ഒരുക്കി നൽകുന്നുണ്ടോ? അതിന്റെ ആവശ്യം എന്ത് എന്നൊരു ചോദ്യം പ്രധാനമായിട്ടും ഉയരും. അത്തരം ഒരു സംരക്ഷണത്തിന്റെ യാതൊരു ആവശ്യവും ഇല്ലാത്ത വ്യക്തിയാണ് എന്നതാണ് ഈ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. അവരുടെ ജീവന്റെ സുരക്ഷ, അവരുടെ മാനി, അവർക്ക് ഡിഗ്നിറ്റി ഉണ്ട്. അവർ വേറെ ആളുടെ ഡിഗ്നിറ്റി തകർത്തു എന്ന് വെച്ചിട്ട് അവരുടെ ഡിഗ്നിറ്റി തകർക്കാൻ നമുക്ക് ആരെങ്കിലും അവകാശമുണ്ടോ? അപ്പോൾ അവരുടെ ഡിഗ്നിറ്റി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. ലക്ഷ്മിക്കുട്ടി, ഇവിടെ താങ്കൾ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചതായിരുന്നു. ആ പെൺകുട്ടിക്കൊപ്പം എന്ന നിലപാട് സ്വീകരിച്ച ചുരുക്കം ചിലരിൽ ഒരാളാണ് താങ്കൾ. അതെ, അതിലെനിക്ക് അഭിമാനമുണ്ട്. ആ നിലപാട് ഇതേപോലെ ഒരു ചർച്ചയിൽ എടുത്തതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമത്തിൽ താങ്കൾ ഇപ്പോൾ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. ആ ചർച്ചയിൽ മീഡിയേറ്റർ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ ഞാനും ആ നിലയിൽ ആക്രമിക്കപ്പെടുകയാണ്. അത് മെൻസ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടിയ മറ്റു ചില കാര്യങ്ങൾ, ഇതിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് റേപ്പ് കേസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ ന്യായീകരിച്ചപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എന്നതുകൊണ്ട് ഞാനും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദീപകിന്റെ സുഹൃത്ത് തുടരുന്നുണ്ട്. അനൂപ്, ഒരു പക്ഷേ ഇവിടെ നടക്കുന്ന ചർച്ചകൾ നിങ്ങളെ സംബന്ധിച്ച് സുഹൃത്ത് എന്ന നിലയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരിക്കാം. പക്ഷേ ഇതിനെ എല്ലാം കൂടി മറ്റൊരു തരത്തിൽ കൊണ്ടെത്തിക്കുമ്പോൾ നമുക്ക് അതിൽ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നതാണ്. എന്ത് സോറി? നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഈ സൈസ് സാധനങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വരും. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നെ ഇതിനകത്തുനിന്ന് ഒന്ന് മാറ്റി നിർത്തി തരാം. ഇയാൾ എവിടുത്തുകാരനാണോ? ചങ്ക് പൊട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ശരി 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 ഓക്കെ. ഞാനിപ്പോൾ അതിന് പറ്റിയ ഇതൊന്നും കേൾക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല. ശരി ശരി ഓക്കെ. കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പോരല്ലേ, മനസ്സിലായോ? അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, ഒരു തെറ്റുമില്ല. ആ പെൺകുട്ടി അറസ്റ്റിലായിരിക്കുന്നു, ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്, 14 ദിവസത്തേക്ക് റിമാൻഡിലായിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ആ കുട്ടി കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യ പോലീസിന് തോന്നിയിട്ട് അറസ്റ്റ് ചെയ്തതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അന്വേഷിക്കട്ടെ. അപ്പൊ ആ കുറ്റവാളിയെ പോലീസ് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യട്ടെ, കണ്ടുപിടിക്കട്ടെ, അവരുടെ പേരിലുള്ള കുറ്റം തെളിയിക്കട്ടെ. അതങ്ങനെ തന്നെ നടക്കട്ടെ. അതിലെന്ത് പറയാനാണ്? ഇപ്പോൾ രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, ഇന്ന് CBI അന്വേഷണം ഉൾപ്പെടെയുള്ള ആവശ്യം ചൂണ്ടിക്കാട്ടിയാണ് നിങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വടകരയിൽ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ കേരള പോലീസ് ആ പ്രതിയെ പൊക്കിയിരിക്കുകയാണ്. ഇനി അപ്പോൾ കേരള പോലീസ് തന്നെ അന്വേഷിച്ചാൽ മതിയോ? എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ പെൺകുട്ടിയോട് ആർക്കും ഇവിടെ പ്രതികാരമില്ല. ആ പെൺകുട്ടി ബോധപൂർവ്വം ആത്മഹത്യ ചെയ്യും എന്ന് വിചാരിച്ച് ചെയ്തു എന്നൊന്നും ആർക്കും അഭിപ്രായമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ആ പെൺകുട്ടി ചെയ്ത ഒരു നടപടിക്ക് ഒരു ലീഗൽ കോൺസിക്വൻസ് ഉണ്ടാകണം. അത് ആത്മഹത്യാ പ്രേരണയ്ക്ക് കാരണമായി IT ആക്ട് അടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും എടുക്കണം. ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഇനി ആ പെൺകുട്ടിക്കെതിരെയും വളരെ മോശകരമായ ചില പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടു. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കുറിച്ച് ചില മോശം പരാമർശങ്ങൾ കണ്ടു. അതിനോടൊന്നും ആരും യോജിക്കുന്നില്ല. രേണുകാജിക്കെതിരെ സൈബർ ആക്രമണം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അപലപിക്കുന്നു. അതിനോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല. നമുക്ക് ഇതൊരു ബാലൻസിൽ കൊണ്ടുപോകണ്ടേ? ഇതൊരു ജെൻഡർ വാർ, സ്ത്രീ പുരുഷ യുദ്ധമൊന്നും അല്ലല്ലോ. ഇവിടെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇതുപോലെ എത്ര സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എത്ര ആത്മഹത്യകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം പിടിച്ചുകൊണ്ട് പുരുഷന്മാരെല്ലാം ഇവിടെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് ഇനി അവകാശ സംരക്ഷണത്തിനായി പ്രത്യേക സംവിധാനം വേണം എന്ന് പറയുമ്പോൾ പുരുഷന്മാരെല്ലാം ഇവിടെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് ഇനി അവകാശ സംരക്ഷണത്തിനായി പ്രത്യേക സംവിധാനം വേണം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതിനെ ഏത് നിലയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു? മനസ്സിലായി. അപ്പൊ അതിന്റെ ഏനക്കേടായിരുന്നല്ലേ? 4.5 മിനിറ്റിലും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നു. 4.5 മിനിറ്റിൽ ഓരോ 11 മിനിറ്റിലുമാണ് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത്. സ്ത്രീ ആത്മഹത്യകളുടെ 2 ഇരട്ടിയിൽ കൂടുതൽ പുരുഷ ആത്മഹത്യകളാണ് നടക്കുന്നത്. കേരളത്തിലെ കണക്കുകൾ എടുത്താൽ 78% പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത്, 22% സ്ത്രീകളാണ്. അപ്പൊ സ്ത്രീകൾ അനുഭവിക്കുന്നതിന്റെ മാനസിക സംഘർഷങ്ങളുടെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ പുരുഷൻ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് എംപിരിക്കൽ ഡേറ്റയാണ്, അഥവാ ഗവൺമെന്റുകൾ അടക്കം കണ്ടെത്തുന്ന കണക്കാണ്. ഇതിൽ നമുക്ക് അഡ്രസ് ചെയ്യണ്ടേ? സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാ പരിഗണനയും കൊടുക്കണം. സ്ത്രീ കമ്മീഷൻ വേണം, വനിതാപക്ഷ നിയമങ്ങളാകണം. ഞങ്ങൾ സമത്വത്തിനല്ല വാദിക്കുന്നത്. സ്ത്രീക്കാണ് കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്, സ്ത്രീക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. കാര്യം നൂറ്റാണ്ടുകളുടെ ഒരു പശ്ചാത്തലം അതിനുണ്ട്. എന്നാൽ പുരുഷൻ കൂടുതലൊന്നും വേണ്ട, ഞങ്ങൾക്ക് തുല്യ പരിഗണന മതി രാഹുൽ. ഇതാണ് കുഴപ്പം. ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ല. പരിഗണനയ്ക്ക് വേണ്ടി പതിറ്റാണ്ടുകളായി പോരാടുന്ന സ്ത്രീകളാണ് തുല്യ പരിഗണനയ്ക്ക് വേണ്ടി. കേട്ടിട്ടും കേട്ടില്ല എന്നൊരു ഭാവമാണ്.
എന്റെ പൊന്നുമാളെ. രാഹുൽ, തുല്യ പരിഗണന കിട്ടാൻ വേണ്ടി പതിറ്റാണ്ടുകളായി പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഇതുവരെ ആ ലക്ഷ്യത്തിലേക്ക് എത്താത്തവരാണ് പകുതിയോളം വരുന്ന സ്ത്രീകൾ. ഞാൻ ഒരു ഇടത്തോളം കേസുകൾ അല്ലെങ്കിൽ അതിനും അധികം പുരുഷന്മാർ പ്രതിസ്ഥാനത്ത് വരുന്ന സ്ത്രീകൾ ആക്രമിക്കപ്പെട്ട കേസുകൾ ഈ വർഷം നവംബർ വരെ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യാത്തത് ഇതിൽ എത്രയോ ഉണ്ടാകും. റിപ്പോർട്ട് ചെയ്യാത്തത് ഇത് അതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തൊരു കേസാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതല്ലെന്ന് ആരാ പറയുന്നത്? ഇത് 100% യോജിക്കുന്നു. രേണുകാജി പറയുന്നത് 101% സത്യമാണ്. അതോടൊപ്പം ഒരുപാട് വ്യാജ പരാതികൾ പുരുഷനെതിരെ വരുന്നില്ലേ? ഒരു വരി മാത്രം സൂചിപ്പിച്ചോട്ടെ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ നിയമ സംവിധാനത്തിൽ ആയിരക്കണക്കിന് നിരപരാധികളായ പുരുഷന്മാർ കുടുക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് സപ്പോർട്ടിനായി ഒരു സിസ്റ്റം വേണം. അതാണ് മെൻസ് കമ്മീഷൻ. അത് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. മെൻസ് കമ്മീഷൻ വളരെ മികച്ചതാണ്. കേരളത്തിൽ യൂത്ത് കമ്മീഷൻ ഉണ്ട്, ഞാൻ അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു. അതേപോലെ പുരുഷന്മാർക്ക് ഒരു കമ്മീഷൻ വേണം. രാജ്യസഭയിൽ ആ ബില്ല് അവതരിപ്പിച്ചു. നമ്മുടെ നിയമസഭയിൽ ആ ബില്ല് ഓൾറെഡി പരിഗണനയിലാണ്. കഴിഞ്ഞ 10 മാസമായിട്ട് രേണുകാജി അടക്കമുള്ളവരെ പേടിച്ചാണ് രാഷ്ട്രീയക്കാർ അവതരിപ്പിക്കാതിരിക്കുന്നത്. കാര്യം സ്ത്രീവിരുദ്ധമാണെന്ന് ചിത്രീകരിക്കുമെന്ന് പേടിച്ചു. അപ്പോ അല്ല, ആരെയും പേടിച്ചൊന്നുമല്ല. നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് ആരെയും പേടി, അതിന്റെ ആവശ്യം എന്ത് എന്ന് കരുതി വല്ല ചവിറ്റുകുട്ടയിലും ഇട്ടതായിരിക്കാം രാഹുൽ. എനിക്കറിയാം. ഇവനൊക്കെ എത്ര മുക്കിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ദിലീപ് കുറ്റവാളിയാണെന്ന് നിങ്ങൾ ഒരുപാട് ദിവസങ്ങൾ പത്രമാധ്യമങ്ങളിൽ ഇരുന്ന് പറഞ്ഞില്ലേ? ആ സാധനങ്ങളെല്ലാം ഇപ്പം ചവിറ്റുകുട്ടയിടേണ്ടി വന്നു. രാഹുൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തു. 82 ദിവസം ദിലീപ് ജയിലിലായിരുന്നു. ആ ഘട്ടത്തിലൊന്നും രാഹുൽ പറഞ്ഞില്ലല്ലോ എന്താണ് നമ്മുടെ നിയമ സംവിധാനം, അതുവഴി വരട്ടെ, അതിനുശേഷം ഞാൻ പറയുന്നത്. രാഹുൽ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ആദ്യ ദിവസം മുതൽ രാഹുൽ എടുത്ത നിലപാടെന്താ? രാഹുൽ ഈശ്വർ എടുത്ത നിലപാടാണ് ജയിച്ചത്. ഈ പെൺകുട്ടിയുടെ വിഷയത്തിലും അതേ നിലപാടല്ലേ? എന്ത് നിലപാട്? ഒരു തുണ്ട് വിഷ്വൽ വന്നപ്പോൾ മുതൽ രാഹുൽ ഇവരെ അറസ്റ്റ് ചെയ്യൂ, അകത്തിടൂ എന്നാണല്ലോ പറഞ്ഞത്. രാഹുൽ അറസ്റ്റ് ചെയ്തു, അകത്തിടൂ എന്നാണല്ലോ പറഞ്ഞത്. ഇവരാണ് ഈ കുറ്റം ചെയ്തിരിക്കുന്നത്, കൊലപാതക കുറ്റം ചുമത്തണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദിലീപിന്റെ കാര്യത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലൊന്നും രാഹുൽ ഈശ്വറിന് ഈ കാഴ്ചപ്പാടില്ല. ഈ കാഴ്ചപ്പാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും ഇല്ല. പിന്നെ നീ ഇത് പിടിമോനെ. അവിടെയാണ് നമ്മൾ കേസ് ബൈ കേസ് എടുക്കാം. ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടി, എൽദോസിനെ വേട്ടയാടി. രാഹുൽ, പീഡനമല്ലാതെ ഒരു വിഷയം കിട്ടിയിരിക്കുന്നു മെൻസ് അസോസിയേഷന് അവരുടെ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കാൻ. പീഡനമല്ലാത്ത ഒരു കേസ് കിട്ടിയതിന്റെ സന്തോഷമാണ് രാഹുലിന്. അതിൽ പിടിച്ചു കയറിക്കോളൂ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ആശ ഉണ്ണിത്താൻ ഒരു കാര്യം താങ്കളോട് സൂചിപ്പിക്കണമെന്നുണ്ടായിരുന്നു. ആശ, എന്താണ് സൂചിപ്പിക്കാൻ ശ്രമിച്ചത്? കൃത്യമാണ്. മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും സ്ത്രീ പുരുഷൻ ഒരുമിച്ച് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പുരുഷൻ ചെയ്യുന്ന, സ്ത്രീ എന്നതുകൊണ്ട് മാത്രം ഡൗറി പീഡനം, സ്ത്രീ എന്നതുകൊണ്ട് മാത്രമുള്ള ശാരീരിക പീഡനങ്ങൾ, ലൈംഗിക പീഡനങ്ങൾ, അല്ലെങ്കിൽ മാഡം പുരുഷൻ വ്യാജ റേപ്പ് ആരോപണം ചെയ്യുന്നത്. അപ്പൊ മാഡം തന്നെ പറയൂ, ഉമ്മൻചാണ്ടി സാർ വേട്ടക്കാരനും ഉമ്മൻചാണ്ടി സാറിനെതിരെ പരാതി കൊടുത്ത ആ സ്ത്രീ മദർ തെരേസയുമാണെന്ന് ആശാ മാഡത്തിന് അഭിപ്രായം ഉണ്ടോ? ഉമ്മൻചാണ്ടിയിൽ കണ്ട കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ എത്രയോ വർഷങ്ങൾ വേട്ടയാടപ്പെട്ടു, മാധ്യമങ്ങളിലടക്കം. ഉമ്മൻചാണ്ടി സാർ വേട്ടക്കാരനും ആ സ്ത്രീ ഇരയുമാണെന്ന് മാഡത്തിന് അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം പറയണം മാഡം. അത് ഉമ്മൻചാണ്ടി എന്ന അദ്ദേഹത്തെ പോലെ തന്നെയുള്ള ഒരുപാട് നിരപരാധികളായി വേട്ടയാടപ്പെടുന്ന കേസുകളിലെ പ്രതികളായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ മാധ്യമങ്ങൾ പല രീതിയിൽ റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അന്നത്തെ കാലം മുൻപുള്ള മുഖ്യമന്ത്രിമാർക്കെതിരെയോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ സാമൂഹിക ആയിട്ടുള്ള അവർക്ക് വേണ്ടിയാണ് പുരുഷ കമ്മീഷൻ. അല്ലല്ല, അതിനുവേണ്ടി പുരുഷ കമ്മീഷന്റെ ആവശ്യമില്ല. അതായത് സാധാരണ ഇത് സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട്, ഈ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ സ്ത്രീകൾ വ്യാജ റേപ്പ് പരാതിക്ക് ജയിലിൽ കിടക്കുന്നുണ്ടോ? ഇതൊക്കെ ആരോട് പറയാം? ആ രീതിയിലുള്ള കേസ് നമുക്ക് വന്നിട്ടില്ല. സ്ത്രീകൾ വ്യാജ റേപ്പ് പരാതിയിലകത്ത് കിടക്കുന്നുണ്ടോ? ഉദാഹരണം, നിവിൻ പോളി കേരളത്തിലായിരുന്നപ്പോൾ ദുബായിൽ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പരാതി കൊടുത്തു. ഏതെങ്കിലും ഒരു പുരുഷൻ എങ്ങനെ പെൺകുട്ടിക്ക് പരാതി കൊടുത്തു? രാഹുൽ ഈശ്വറെ നോക്കൂ, ഇത് വ്യാജ പരാതിയാണ് എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നിവിൻ പോളിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നിവിൻ പോളി വന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്ത് പ്രഹസനമാണ് സജി. മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് നെഞ്ചുറപ്പ്, ചങ്കുറപ്പോ, എന്താ നിങ്ങളൊക്കെ പറയുന്ന സാധനം? ഈ സ്ത്രീയുടെ തലക്കെന്ന് താറാറില്ലല്ലേ? അത് അങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞു കാര്യങ്ങൾ എന്താണെന്നില്ലേ? അദ്ദേഹത്തെ വിശ്വാസത്തെ എടുത്തില്ലേ? അദ്ദേഹത്തിന്റെ കേസ്, അദ്ദേഹത്തിന് എന്തെങ്കിലും നഷ്ടം വന്നോ? അദ്ദേഹത്തിന്റെ ഒരു വലിയ തിരിച്ചുവരവല്ലേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? അല്ലാണ്ട് അങ്ങനെ സംഭവിക്കുന്ന കേസുകളിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിലാണെങ്കിലും കുടുങ്ങി പോകുന്ന സംവിധാനം ഇവിടെ ഉണ്ടോ? സംഭവിക്കുന്നുണ്ട്. മൂന്നാർ കോളേജിലെ ഒരു അധ്യാപകൻ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതിന് പെൺകുട്ടികളെ പിടിച്ചതിന്റെ പേരിൽ SFIക്കാരായ പെൺകുട്ടികൾ പാർട്ടി ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം വ്യാജ പീഡന കേസ് കൊടുക്കുകയും 1 പതിറ്റാണ്ടോളം ആ അധ്യാപകൻ തൻ്റെ ജീവിതം ദുരിതപൂർണമായി മുമ്പോട്ട് കൊണ്ടുപോവുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തത്
നമ്മൾ മറന്നു പോവരുതേ. അത്തരം ഒരുപാട് ദുരന്തങ്ങളുടെ അന്ത്യം കുറിക്കാൻ ദീപകിന്റെ രക്തസാക്ഷിത്വം കാരണമാകണം. അതൊന്നും എന്റെ വിഷയമാവില്ല. കാരണം മരിച്ചത് ഒരു പുരുഷനാണ്. സംഭവിച്ചോ രാഹുൽ ഈശ്വർ? ഉണ്ടല്ലോ, അതിന്റെ വിക്ടിമല്ലേ ഉമ്മൻചാണ്ടി. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഉമ്മൻചാണ്ടിക്ക് എന്ത് സംഭവിച്ചു? നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഉമ്മൻചാണ്ടിക്ക് എന്ത് സംഭവിച്ചു? രാഹുൽ എന്തിനാണ് രാഹുൽ ഇങ്ങനെ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുന്നത്? ഇവിടെ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾ വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ. കാര്യം ചോദിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിലും ഒക്കെ അതിലൊരു തെറ്റില്ല. അങ്ങനെ ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളൂ. പക്ഷേ ഈ പീഡിപ്പിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന ആളുകൾക്ക് ഒരു സംരക്ഷണ കേന്ദ്രമായി അത് മാറരുത്. അത് സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന ദ്രോഹം എത്രമാത്രം വലുതാണെന്നറിയാമോ? സ്ത്രീകൾക്ക് വേണ്ടി ഒരു സംരക്ഷണ കേന്ദ്രമായി മാറരുത്. അതും ശരിയല്ലേ? തിരിച്ച് വ്യാജ പരാതി കൊടുക്കുകയും അങ്ങനെ മാധ്യമങ്ങൾ ചെയ്യരുത്. അങ്ങനെ മാധ്യമങ്ങൾ ചെയ്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു സ്ത്രീ വന്ന് 11 പേർക്ക് ഞാൻ പറയുന്നില്ല, അവരവസാനം ഒരു പോക്സോ കേസിൽ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ പിരിച്ചുവിടാം. രാഹുൽ ഈശ്വറിൽ നിന്ന് ലൈംഗിക ആരോപണം ഉന്നയിച്ച് അത് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? തെറ്റുണ്ട്. ആരോപണം വന്നെങ്കിൽ എന്റെ പേരോ ഐഡന്റിറ്റിയോ റിവീൽ ചെയ്യരുത്. കാരണം അത് എനിക്ക് ഡാമേജ് ഉണ്ടാക്കും. കോടതി ഇവരെ തെറ്റുകാരാണെന്ന് കണ്ടാൽ മാത്രമേ ഇവരുടെ പേര് കൊടുക്കാവൂ എന്ന് 10 സെപ്റ്റംബർ 2024 കമ്മിറ്റിയുടെ വിധിന്യായത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 2-അംഗ ബെഞ്ചിന്റെ ഉത്തരവിൽ ഞങ്ങളുടെ വിജയമാണ്. കാര്യം ഞങ്ങൾ വർഷങ്ങളായി റേസ് ചെയ്യുന്ന ഡിമാൻഡ് കേരളത്തിലെ ഹൈക്കോടതി ആശ്വാസകരമായ കാര്യമാണ്. കാരണം അക്യൂസ്ഡിനും റൈറ്റ് ടു പ്രിവസി ഉണ്ട്. കാര്യം ഇല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ വീട്ടിൽ മക്കളില്ലേ? വെറുതെ ഒരു വ്യാജാരോപണമാണെങ്കിൽ ഇവർ അനുഭവിക്കേണ്ടി വരുന്ന വേദനയും ട്രോമയും എത്രമാത്രമാണ്. അങ്ങനെ എത്രയോ പേർക്കെതിരെ വ്യാജാരോപണങ്ങൾ വന്നു. അവരുടെ ജീവിതം എത്രമാത്രം തകർന്നു. അപ്പൊ ആ കാര്യം കൂടെ നമ്മൾ നോക്കണ്ടേ? കോടതി തെറ്റുകാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ പൊങ്കാല ഇട്ടോളൂ. അതുവരെ അവരുടെ റൈറ്റ് ടു പ്രിവസി പ്രൊട്ടക്ട് ചെയ്യണം. ഇത് സത്യം പറയുമ്പോൾ ഈ മെക്കെട്ട് കയറാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല. രാഹുൽ എല്ലാ വിഷയത്തിലും എടുക്കുന്ന ഒരു ലെവലാണല്ലോ അത്. ആ ഭാഗത്ത് തുടർന്ന് മിണ്ടാതിരിക്കാമല്ലോ രാഹുൽ, അവർക്ക് വേണ്ടി വാദിക്കാതിരിക്കാമല്ലോ. ഞാൻ രാഹുലിനെ തിരിച്ചെത്താം. എങ്ങനെ പീഡകരായി കോടതി പറയുന്നതിന് മുമ്പ് വി ആർ ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. പീഡകർ എവിടെ നിന്നായി? എന്താ നാവ് മരച്ചു പോയത്? എനിക്ക് റനീഷ് എന്നെ കേൾക്കാമോ? തീർച്ചയായും. റനീഷ് നോക്കൂ, പല വിധത്തിൽ പല തരങ്ങളിൽ ഉപയോഗിക്കപ്പെടുകയാണ് ഈ സംഭവം എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് മതപരമായ വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ നിലയ്ക്ക് കൂടി ഇപ്പോൾ ആ പെൺകുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏതൊക്കെ തരത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ദയവ് ചെയ്ത് ദീപകിന് നീതി കിട്ടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിനെ മതപരമായോ രാഷ്ട്രീയപരമായോ സ്ത്രീ വിരുദ്ധമായോ ചിത്രീകരിക്കുന്നത് ദയവ് ചെയ്ത് ഉണ്ടാകരുതെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തുടക്കം മുതലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം, സ്ത്രീക്ക് വേറെ നീതി, പുരുഷന് വേറെ നീതി എന്ന് 2 നീതി ഉണ്ടാവാൻ പാടില്ല. ദീപകിനെ സംബന്ധിച്ചിടത്തോളം ദീപകിന്റെ കുടുംബത്തിനും ദീപകിന്റെ മരണത്തിനും നീതി ലഭിക്കണമെന്ന ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവരുടെ വസ്ത്രധാരണോ, അവർ ഏത് മതത്തിൽപ്പെട്ടവരാണോ, അവർ ഏത് ജാതിയിൽപ്പെട്ടവരാണോ, ഏത് വർഗത്തിൽപ്പെട്ടവരാണോ, അവർ ഏത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നോ എന്നൊന്നും ഇവിടെ ചർച്ചയല്ല. ഇവിടുത്തെ വിഷയം എന്താണ്? ഈ സ്ത്രീ ചെയ്ത തെറ്റിന് അവർക്ക് നിയമപരമായിട്ട് ശിക്ഷ ലഭിക്കണമെന്നുള്ള ആവശ്യം മാത്രമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനകത്ത് ഞങ്ങൾ പറഞ്ഞു IT ആക്ട് പ്രകാരം ഇവരെ IT ആക്ടിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇതൊന്നും പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ആ കാര്യത്തിനകത്ത് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കണം, ഈ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന്. അതിനെ സ്ത്രീ വിരുദ്ധമായോ മതവിരുദ്ധമായോ മറ്റു മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ സ്ത്രീ തെറ്റ് ചെയ്താലും പുരുഷൻ തെറ്റ് ചെയ്താലും ആ തെറ്റിനെ തെറ്റായി കാണണം. ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. താടിക്ക് നീ പിടിക്കുക, പീഡിക്കുകയാണ്. കൃത്യമായി ഒരു ഈക്വാളിറ്റിയുടെ ഡെഫിനിഷനിലേക്ക് വന്ന് എന്തുകൊണ്ട് നിങ്ങൾ ഒരു പുരുഷ അവകാശം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന പുരുഷാവകാശ കമ്മീഷൻ, യൂത്ത് കമ്മീഷൻ ഉണ്ട്. അതുപോലെ തന്നെ പുരുഷ കമ്മീഷനും പോസിബിൾ ആണ്. മനുഷ്യരി സ്ത്രീകൾ വരില്ലേ? പക്ഷെ മനുഷ്യാവകാശ കമ്മീഷനോടൊപ്പം അതുകൊണ്ട് സാഹചര്യത്തിന് എനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് യൂത്ത് കമ്മീഷൻ പോലെ തന്നെ ഇതിന് ലീഗൽ സ്റ്റാൻഡിംഗ് ഉണ്ട്. അതുകൊണ്ട് അടുത്ത തവണ ജനുവരി 17 പുരുഷാവകാശ ദിനം ആചരിക്കുമ്പോൾ വരാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ മനസ്സുള്ള നല്ല ഫെമിനിസ്റ്റുകളെയും വിളിക്കും. അവരുടെ വിമർശനവും അവരുടെ ഫീഡ്ബാക്കും എടുത്തു തന്നെ മുമ്പോട്ട് പോകും. അവരോട് സഹോദരന്മാരെ നിങ്ങൾ ഹലാക്കിതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്നു പോകും. ഈ കാര്യം ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇവരെ ഞാൻ എവിടെയോ
എന്നാണോ ശ്രീമതി ആശ ഉണ്ണിത്താൻ? നമുക്ക് അറിഞ്ഞൂടെ ഒരു ഇൻകം ടാക്സ് വെട്ടിക്കാൻ തന്നെ നമ്മൾ എത്രത്തോളം, പിന്നല്ലാതെ ഒരു ഇൻകം ടാക്സ് വെട്ടിക്കാൻ പോലും അറിയാത്ത ആൾക്കാരാണോ നമ്മുടെ നാട്ടിലെ ആൾക്കാർ? 1 കോടി രൂപ എനിക്ക് ഇന്ന് വരുന്നുണ്ടെങ്കിൽ പറയാം ഞാൻ ശരി എന്റെ SBI അക്കൗണ്ടിൽ ഇട്ടുള്ളൂ ഞാൻ പറയൂ? ഒരാളും പറയാൻ പോകുന്നില്ല. ആ ഇൻകം ടാക്സ് കൊടുത്തിട്ട് ബാക്കി പൈസ മതി എനിക്കിത് പറയൂ? ഇല്ല. ഇവരൊക്കെ തന്നെ പല രീതിയിലും ആ പൈസ മറ്റു പല രീതിയിലാണ് വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ടാവുക. എത്ര ആളുണ്ടാകാൻ സംഭവിച്ചൂടെ? എനിക്കറിഞ്ഞൂടാ. കള്ളന്മാരുടെ കാര്യം കള്ളന്മാർക്കേ അറിയാം. ആണെങ്കിൽ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഫോണും ആപ്പിളാണെങ്കിൽ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ, അവിടുത്തെ പ്രസിദ്ധീകരിച്ച പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിച്ച പുസ്തകം അവിടെ വായിക്കുന്നു, അവിടെ ഇറങ്ങുന്ന സിനിമ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നു, അവിടുത്തെ ബർഗർ ലിസ്റ്റ് അതേ ബർഗർ എനിക്ക് ഇവിടെ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പോലീസ് സിസ്റ്റത്തിലും നമ്മുടെ ജനാധിപത്യ സിസ്റ്റത്തിലും മറ്റു സ്ഥലങ്ങളിലും മാത്രം ഇങ്ങനത്തെ ഒരു ഇകഴിയ എന്താ പറയുക മോശമായിട്ടുള്ള അവസ്ഥ, ക്വാളിറ്റി ഇല്ലാത്ത അവസ്ഥ വരുന്നു? നിനക്കതൊക്കെ എങ്ങനെയാവും സാധിക്കും? മാതൃകകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ വിധി മറ്റൊന്നാകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളും ബർഗറും ഒക്കെ തന്നെയാണ് അതിനുള്ള ഉദാഹരണം. പക്ഷെ അത് ഫിറ്റ് ആവുന്നില്ല. ബസ്സിൽ സ്ത്രീ സംവരണം ഉണ്ട്, ബാക്കി സീറ്റെല്ലാം പുരുഷന്മാർക്കാണെന്ന് കരുതുന്ന പുരുഷന്മാരും സ്ത്രീകളുമുള്ള നമ്മുടെ നാട്ടിൽ ഇനിയും പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിപ്പിക്കലും രാഹുൽ ഇങ്ങനെ ചിരിപ്പിക്കലും. സ്ത്രീ ആരാന്നാ നിന്റെ വിചാരം? ഈ അഹങ്കാരമൊക്കെ അങ്ങ് കോഴിപ്പള്ളിയിൽ വെച്ചിട്ട് വന്നാൽ മതി കേട്ടോ. പറയുന്ന കേൾക്കാം. അതല്ലാതെ രാഹുലിന്റെ ആരാധകർക്ക് കൈയടിക്കാനുള്ള നല്ല പഞ്ച് ഡയലോഗ് ആണെങ്കിൽ ഞങ്ങൾ നിർത്തിത്തരാം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ 100 തവണ ഇടപെട്ട് കഴിഞ്ഞാലേ പിന്നെ ഞാൻ പറയുന്ന കേൾക്കില്ലല്ലോ. വേറെ ആരും പറയുമ്പോൾ മാഡം ഇടപെടുന്നില്ലല്ലോ. അതിൽ ഒരു 30 സെക്കൻഡ് എടുത്തോട്ടെ. രാഹുലിന് മാത്രം പോരല്ലോ 30 സെക്കൻഡ്. തകലിയേക്ക് ഒരു 30 സെക്കൻഡ്. ഒന്ന് നിർത്ത്.